അവര് ഉം. വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു. അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ പ്രതിസന്ധിയിലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നില്ലെന്ന് മാത്രമല്ല, അത് തളരുകയാണ്. 38% ഈ കഴിഞ്ഞ വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ചുരുങ്ങിപ്പോയത്, അതിന്റെ ഇൻഡിസസ്. അപ്പം ആ, അവിടുത്തെ കമ്പനികൾ പലതും പൂട്ടിപ്പോയിരിക്കുകയാണ്. ഈ പിന്നെ ഷെയറുകളൊക്കെ തന്നെ അതിന്റെ ഫേസ് വാല്യൂ, ഒരു ഷെയർ, നമ്മൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം 10 രൂപയായിരിക്കും ഫേസ് വാല്യൂ, പക്ഷെ വിൽക്കുന്നത് 90 രൂപയുടെ പ്രീമിയത്തിൽ 100 രൂപയ്ക്ക് ഒരു ഷെയർ എന്ന നിലയിലായിരിക്കും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ കമ്പനികളും. അതായത് ഫേസ് വാല്യൂ താഴെ മൂല്യമുള്ള ഷെയറുകളൊക്കെ വളരെ വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം ഷെയറുകളും കമ്പനികളുടെ, സ്വകാര്യ കമ്പനികളുടെ ഷെയറുകൾ ഫേസ് വാല്യൂവിൽ താഴെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ.